ഗൈസ് അപ്പോൾ നമ്മുടെ സിറ്റിയിലൊരു ട്രവർ തന്നെയാണ് ഗൈസ്. അതുകൊണ്ട് നമുക്ക് ട്രവറിനെ വിളിക്കാൻ പോകാം ഗൈസ്. നമ്മൾ ഷിൻജാനെ വിളിക്കാൻ ജീറ്റർ എടുത്താൽ നമുക്ക് ട്രവറിനെ വിളിക്കാൻ ഫെറാറി എടുക്കാം ഗൈസ്. ഷിൻജാനെ പെട്ടെന്ന് വന്ന് വണ്ടി കയറാം. ആ ഫ്രാങ്കിലാണ് ഏതേ വണ്ടി കയറി ഗൈസ്. ഇപ്പോൾ നമ്മുടെ ഷിൻജാൻ വണ്ടി കയറിയിട്ടുണ്ട് ഗൈസ്. എന്താണ് ഗൈസ് പുറത്തിറങ്ങിയപ്പോൾ തന്നെ മഴയാണല്ലേ ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലോട്ട് കത്തിച്ച് വിടാം ഗൈസ്. നമ്മുടെ ട്രവർ പറഞ്ഞേക്കണ എന്നാണ് അവൻ മറ്റേ സ്റ്റെപ്പിൻ്റെ മുകളിൽ വെയിറ്റ് ചെയ്യണ്ടെന്നാണ് ഗൈസ് പറഞ്ഞേക്കുന്നത്. നമുക്ക് നേരെ മറ്റേ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയിട്ട് അവിടെയുള്ള സ്റ്റെപ്പിൽ നിന്ന് ട്രവർ ഇറങ്ങി വരാൻ പറയാം ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ നിർത്താം. അവൻ അതിൻ്റെ മുകളിലുണ്ടെന്നാണ് പറഞ്ഞത് ഗൈസ്. അപ്പോൾ നമുക്ക് ട്രവറിനെ ഒന്ന് ഫോണൊന്ന് കോൾ ചെയ്ത് കണ്ടിട്ട് ഗൈസ്. അപ്പോൾ ഞാൻ ട്രവറിൻ്റെ നമ്പർ വിളിക്കാനാണ് 225500 ആണ് ഗൈസ് ട്രവറിൻ്റെ നമ്പർ. ഹലോ ഫ്രാങ്കിലാണോ? ആടാ ട്രവറെ, ഞാൻ ഫ്രാങ്കിലിനാണ്. നീ ഒന്നോ അവിടെ ഞാൻ എന്താണ് സ്റ്റെപ്പിൻ്റെ താഴത്തുണ്ട്, നീ പെട്ടെന്ന് പോവാ. ആടോ ഞാൻ അതേ വന്നു, ഒരു മിനിറ്റ് ഞാനിപ്പോൾ തന്നെ വരാം. ആടാ ഫ്രാങ്കിലിനെ ഞാനെത്തി. ആടാ ഡ്രൈവറെ, നീ അന്ന് വണ്ടി കയറി, നമുക്ക് നേരെ കത്തിച്ച് വിടാം. ഇവിടെ ഫ്രാങ്കിലിനെ ഗൈസ്. അപ്പോൾ നമ്മുടെ ഷിൻജാനും ഡ്രൈവറും വണ്ടി കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. ഇവിടെ ഫ്രാങ്കിലിനെ നമുക്ക് പുതിയ വണ്ടി എടുത്താലോ? എടാ ട്രവർ, എൻ്റെ ഈ വണ്ടി എടുക്കാൻ പൈസ ഇല്ലടാ, ഞാൻ ഓട്ടോ ഡ്രൈവറായി. അതിപ്പോഴാണ് നീ ഓട്ടോ ഡ്രൈവറായത്? അത് ഈ ഷിൻജാൻ കാരനോടാണ് ഞാൻ ഓട്ടോ ഡ്രൈവറായി പോയത്. എന്നിട്ട് നീ എങ്ങനെ ഫെറാറി മേടിച്ച്? ഇതാ ഷിൻജാൻ വന്ന ദിവസം മേടിച്ചാണ്. എടാ ട്രവറെ, നമുക്കാണെങ്കിൽ പൈസ ഒപ്പിക്കാം, ഓട്ടോ ഓടിക്കാണ്ട്. ഞാൻ കാണിച്ചു തന്നാ. ഞാൻ ആ ഓട്ടോ 20,000 രൂപക്ക് മേടിച്ചാണ്. ഗൈസ്, അപ്പോൾ നമ്മുടെ വണ്ടി നമ്മുടെ ഗ്യാരേജിലോട്ട് പാർക്ക് ചെയ്യാം. ഇവിടെ ഫ്രാങ്ക്ലിനെ, നീ എപ്പോഴാണ് GTR മേടിച്ചത്? നിനക്ക് താറും മറ്റേ ബൈക്കും മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ? എടാ പൊട്ട, ഞാൻ അതേപോലത്തെ ഒരു ബൈക്കും കൂടി മേടിച്ച് പിന്നെ ഒരു GTR മേടിച്ച്. എന്താ ഡ്രൈവറെ? ഒന്നുമില്ല, ഞാൻ ചോദിച്ചാണ്. അതെ, എന്താണ് നീ പറഞ്ഞ മറ്റേ പൈസ ഉണ്ടായിട്ടുള്ള വഴി? അത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഈ ഓട്ടോയിലൊന്ന് കയറണം ഗൈസ്. അപ്പോൾ ഓട്ടോ കയറിയിട്ടുണ്ട്. യുവമാർക്ക് ഓട്ടോയിൽ കയറാൻ പറ്റും. അത് നിങ്ങൾക്ക് ഓട്ടോയിൽ കയറാവാ? ഇല്ല, എനിക്ക് ഓട്ടോയിൽ കയറണ്ട ഇഷ്ടമില്ല, ഞാൻ കയറും മാത്രം ഓടിക്കാറുള്ളൂ ഗൈസ്. അപ്പോൾ ഓട്ടോ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഡ്രൈവറെ വന്നാൽ നമുക്ക് ബൈക്കിൽ പോവാം. എവിടെയാ ഫ്രാങ്കിലിനെ? ഞാൻ ഷിൻജാനും ബൈക്കിൻ്റെ ബാക്കിൽ നോടാം. ഈ ബൈക്ക് ഒരു സുഖമില്ല, ഇത് പഴയ ബൈക്കിലടാ ഫ്രാങ്കിലിനെ, നമുക്ക് പുതിയ ബൈക്കിൽ പോവാം. ആടാ ഡ്രൈവറെ, ഇതാണ് എൻ്റെ പുതിയ ബൈക്ക്. ഇതാ ഷിൻജാനെ. ഡ്രൈവറെ, നിങ്ങൾ എവിടെയാടാ? പെട്ടെന്ന് വാ. സ്വിമ്മിംഗ് പൂളിൽ വീഴില്ല കേട്ടോ, സ്വിമ്മിംഗ് പൂളിൽ വീണ ഒരു തരി പോലും കിട്ടൂല. ഫ്രാങ്കിലാണോ? നേരെ പറപ്പിക്ക് ഫ്രാങ്കിലാണോ? ആടാ ഡ്രൈവറെ ഷിൻജാനെ, നമുക്ക് പൈസ ഒപ്പിക്കാൻ വല്ല വഴിയുണ്ടാന്ന് നമ്മുടെ ദാമോണൻ്റെ അടുത്ത് ചോദിക്കേണ്ടി വരുമോ? ഗൈസ്, നമുക്ക് എന്തായാലും ദാമോണൻ്റെ അടുത്ത് ചോദിക്കണം. ദാമോണ നമുക്ക് ഓട്ടോറിക്ഷ ഒപ്പിച്ചതല്ലേ? ഇത് നമ്മുടെ ഓട്ടോറിക്ഷേൻ്റെ ഓണറാണ്. എടാ ട്രവർ, ഇതാണ് ഓട്ടോറിക്ഷൻ്റെ. ഹായ് ചേട്ടാ, ഓട്ടോ മേടിച്ചതിന് താങ്ക്സ്. ആടാ ഗൈസ്, കണ്ട ആ ചേട്ടൻ നമ്മളെ കണ്ടാ സംസാരിക്കും, അതാണ് ചേട്ടൻ്റെ പവർ. ആ ചേട്ടന് കുറേ ഓട്ടോ ഉണ്ടോ ട്രവർ? എടാ ട്രവറെ, നമുക്ക് എന്താന്ന് വെച്ചാൽ ഒരു പൈസ ഉണ്ടാക്കാനുള്ള വഴി നമുക്ക് ഒന്ന് ഒപ്പിക്കണമല്ലോ. നീ ഒന്ന് ഇവിടെ നിർത്തിക്കടാ ഫ്രാങ്കിലിനെ.
എന്താണെന്ന് നിർത്താൻ പോയ ഡ്രൈവറെ? അത് എനിക്കറിയാവുന്ന ഒരു ചേട്ടനുണ്ട്, ടപ്പുച്ചേട്ടൻ. ആ ടപ്പുച്ചേട്ടൻ്റെ അടുത്ത് നമ്മൾ ചോദിച്ചാൽ ആ ടപ്പുച്ചേട്ടൻ നമുക്ക് പൈസ ഒപ്പിക്കാനുള്ള വഴി വാങ്ങി തരും. എന്നാണ് ഞാൻ പറഞ്ഞ വഴി. ഹലോ, ടപ്പുച്ചേട്ടനല്ലേ? ഓടാ ഡ്രൈവറെ, ടപ്പുച്ചേട്ടനാണ്. എന്താടാ വിളിച്ചത്? അത് ഞാൻ വിളിച്ചത് എനിക്കിതിരി പൈസേൻ്റെ ആവശ്യമുണ്ടെന്ന്. പൈസേന്റെ ആവശ്യം ഉണ്ടെങ്കിൽ നീ മറ്റേ ഫോറസ്റ്റിന്റെ അടുത്ത് എന്താണ് ചെന്നേ? ഞാൻ ചെന്നായി ഫോറസ്റ്റിന്റെ അടുത്ത്. അവിടെ വല്ലൊരു വീട് കാണണ്ട? ഞാൻ നോക്കിട്ടിട്ട് ദാമണ്ണ്. എന്നാലും ഇവിടെ ഒരു വീട് കാണുമല്ലോ. ദാമണ്ണനല്ലേ കാണുന്നത്? ദാമണ്ണ അതിന്റെ അകത്തും നിറച്ചും വെള്ളമായി. അതെന്താ കാരണം? വെള്ളം വരാൻ കാരണം എന്താണ്? സാധാരണ ഇവിടെ വെള്ളമൊന്നും കെട്ടുവരാറില്ലല്ലോ. എടാ ഫ്രാങ്ക്ലിനെ, സിംഹം ഉറപ്പിച്ചു വിടടാ, ഞാനിപ്പോ ചാവുവേ. ട്രാവറെ, നീ എന്തിനാണ് സിംഹത്തിനെ പേടിക്കണത്? നമ്മുടെ കയ്യില് ബൈക്കില്ലേ? സിംഹം വന്നാൽ ബൈക്ക് എടുത്ത് കത്തിക്കും. ഇതൊക്കെ അത്ര ഉള്ളൂ. ഇവിടെ ബൈക്ക് കത്തിച്ചാൽ നമ്മൾ ഇങ്ങനെ തിരിച്ചു പോകണം ഉണ്ട്. അത് ശരിയാണല്ലേ, ബൈക്ക് കത്തിച്ച് നമുക്ക് തിരിച്ചു പോകാൻ പറ്റൂലല്ലേ. ഇത് ഫ്രാങ്ക്ലിനെ നിന്റെ പഴയ സ്കില്ല് എന്താണ് കാണിക്കണത്? എൻ്റെ പൊന്നോ, ഇത് ഫ്രാങ്ക്ലിൻ നീ ഇപ്പം എന്താ കാണിച്ചു? ഇപ്പൊ വണ്ടി ഇടിച്ചേന് നിനക്ക് കുറെ സ്കില്ലുണ്ടല്ലോ. ഒരുത്തം ബൈക്ക് വേണ്ടി നമ്മളെ പോലെ. നമ്മുടെ ബൈക്കിലല്ല കേട്ടാ, വേറെ അവൻ്റെ ബൈക്കിൽ. ഗൈസ്, എന്നാലും ഇവൻ്റെ ടപ്പുച്ചേട്ടൻ പറഞ്ഞത് ഏത് സ്ഥലമാണ്? ഞാൻ ഈ ഫോറസ്റ്റിൻ്റെ ഇടയിൽ കൂടി ഒന്നും കൂടി പോയി നോക്കാം. എടാ, ഇവിടെ സിംഹം ഉണ്ടായിരുന്നല്ലേ? എടാ ട്രാവർ, നീ അതിനെന്താണ് ഇത്ര പേടിക്കണത്? എടാ, ഞാൻ ടപ്പുച്ചേട്ടൻ്റെ ലൊക്കേഷൻ അയച്ചു തരാം. അത് ഞാൻ വിളിച്ചതില്ലേ? എന്തിനാന്ന് വെച്ചാൽ അതിന്റെ ലൊക്കേഷൻ അയച്ചു. ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്. ലൊക്കേഷൻ അയച്ചു തന്നതിൽ നമ്മുടെ ട്രാവറും ടപ്പും കൂടി പറയണ്ടായിരുന്നു ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ടെന്ന്. ഇവിടെ ഫ്രാങ്ക്ലിനെ നേരെ പോയിക്കോ, ഞാൻ വഴി പറഞ്ഞു തരാം. ആടാടാ ഫ്രാങ്ക്ലിൻ, എന്തായിരുന്നു നിന്റെ പേര് മറന്നില്ല? ആ ട്രാവറെ, നീ ലെഫ്റ്റ് കാട്ടി കൂടി അങ്ങോട്ട് പോ. കണ്ട് അവിടെ എത്തുമ്പോളേ നമ്മുടെ ടപ്പുച്ചേട്ടനെ വിളിക്കരുത് പറഞ്ഞത്. ആടാ ട്രാവറെ, ഇവിടെ വീടിന്റെ അകത്തോട്ടൊന്ന് കയറ്റി വണ്ടി നിർത്തിക്കോ, ഇല്ലെങ്കിൽ ഒരു സിംഹം വന്ന് കടിക്കും നമ്മള്. ആടാ ട്രാവറെ. ഹലോ, ടപ്പുച്ചേട്ടല്ലേ? ഞാൻ വീട്ടിലെത്തി. ഇവിടെ ഉണ്ടായിരുന്നു. വീടിന്റെ മുകളിൽ ഒരു പാക്കറ്റ് ഉണ്ടാകും, അതിൽ നിറച്ചും പൈസയാണ്, നീ എടുത്തോ. നമുക്ക് ട്രവറിന്റെ അടുത്തുനിന്ന് പൈസ എടുത്തിട്ട് വന്നിട്ട് കാണാം. ട്രവറെ, പൈസ എടുത്തിട്ട് വേണം ഗൈസ്. അപ്പോൾ നമ്മുടെ ട്രവർ പൈസയൊക്കെ എടുത്ത് സെറ്റ് ആയിട്ടുണ്ട്. ഇത് ഫ്രാങ്ക്ലിനെ നമുക്കിനി നേരെ ഷോറൂമിലോട്ട് വിട്ടവര്. ട്രവർ കാർ ഷോറൂമിലോട്ട് വിട്ടാലെന്നാണ്. അപ്പോൾ നമുക്ക് കാർ ഷോറൂമിലോട്ട് വിട്ടാലോ ഗൈസ്? യെസ് ഗൈസ്, നമുക്ക് കാർ ഷോറൂമിലോട്ട് വിടാൻ പോകണം കത്തിച്ച്. ഗൈസ്, ഇവിടെ ഫ്രാങ്ക്ലിന് കോർണറിങ് ചെയ്തില്ലേ? നീ നേരത്തെ മറ്റേ കോർണറിങ് ചെയ്യല്ലേ കേട്ടോ. അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല. ഇപ്പൊ ജസ്റ്റ് മിസ്സിനെ രക്ഷപ്പെട്ടു. ഇവിടെ നീ എന്താണ് കാണിച്ചത്? ഇപ്പൊ ഓട്ടോ ഇടിച്ചത്. ട്രവർ, നീ ഇത്രക്ക് പേടിക്കണ എന്തിനാണ്? ഒന്നുമില്ല. എടാ ഫ്രാങ്ക്ലിനെ നേടാ അകത്തൊരു ഗോൾഡൻ താഴ്ക്കുന്നു. എടാ പൊട്ടൻ ട്രവറെ, നിന്റെ കയ്യിൽ നീ ഇപ്പൊ ടപ്പുച്ചേട്ടൻ നമുക്ക് എത്ര പൈസ തന്നു? നീ ഒന്ന് നോക്കിക്ക്. അത് ടപ്പുച്ചേട്ടൻ നമുക്ക് എത്ര രൂപ തന്നെന്ന് വെച്ചാൽ 1 കോടി രൂപയുടെ പാക്കറ്റ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്.
ആ വണ്ടി നമുക്ക് ചിലപ്പോൾ എടുക്കാൻ പറ്റൂല. ഇത്രയും വണ്ടി ഉണ്ട് നമുക്ക് എടുക്കാൻ പറ്റിയത്. ഇപ്പോൾ നീ ഏത് വണ്ടി എടുക്കാനാ പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഈ ഗോൾഡൻ ഫോർച്യൂണർ. ഈ വണ്ടി വേണ്ട, ഒരു ലുക്കില്ലല്ലോ കാണുമ്പോൾ തന്നെ. ഇതാ ഈ വണ്ടി കുഴപ്പമില്ല, നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഷിൻജാൻ്റെ അടുത്ത് ചോദിച്ചോളാം. ഇവിടെ ഷിൻജാനി ഈ വണ്ടി വേണാട്? വേണ്ട ഫ്രാങ്കിലാണ്, എനിക്ക് ഈ വണ്ടി ഇഷ്ടപ്പെട്ടില്ല. ഗേൾസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടി ഏതാന്ന് കമൻറ്റ് ചെയ്യുക. എടാ ട്രവറെ, നമ്മുടെ ഇല്ലാത്ത വണ്ടി സൂപ്പർ കാർസ് ലംബോർഗിനിയാണ്. ഈ ലംബോർഗിനി എടുക്കണം. നീ പറഞ്ഞ ഞാൻ ലംബോർഗിനി ഇപ്പം തന്നെ എടുക്കും. ഇവിടെ ഫ്രാങ്കിലിനെ ഈ ലംബോർഗിനി എടുത്തോ? ഫ്രാങ്കിലാണ് ഈ ലംബോർഗിനി എടുത്തോ? ഫ്രാങ്കിലിനെ ഈ വണ്ടി നേരെ പർച്ചേസ് ചെയ്തോ. എടാ ട്രവറെ, ഷിൻചാനെ വണ്ടി പർച്ചേസ് ചെയ്യാൻ പോകണേ, ഇനിയും മാറ്റാൻ പറ്റൂലേ? ഓക്കേടാ ഫ്രാങ്കിലിനെണ്ണ. ഓക്കേടാ ഫ്രാങ്കിലിനെ. ഗൈസ്, അപ്പം നമ്മൾ വണ്ടി പർച്ചേസ് ചെയ്തിട്ടുണ്ട്. നേരെ അങ്ങോട്ട് ഓടിച്ചല്ല. ലംബോർഗിനി മേടിച്ചേ. ലംബോർഗിനി. എടാ നീ എന്തിനാണ് എൻ്റെ മേത്ത് മുട്ടിയത്? ചേട്ടാ അതറിയാണ്ടാണ് ചേട്ടാ. എന്താണ് ചേട്ടാ? അറിയണ്ട? എന്ത് എന്ത് എന്നെ അറിയാണ്ടെന്ന് പറയണോ? ആഹാ, ഞാൻ നിനക്ക് എത്ര ഇടി തരുമെന്ന് നോക്കിക്കോ. ആ ചേട്ടന് ഇടി തരുമെന്നും പറഞ്ഞിട്ട് എങ്ങോട്ടാണ് ഈ ഓടിപ്പോയത് ഗൈസ്? എന്ത് പേടിത്തൂറൻ ചേട്ടനാണ് ഗൈസ്. ഇനി നമ്മുടെ വണ്ടീനെ മാസ് എൻട്രി ആയിരിക്കും. ഈ ട്രവർ എന്താണ് അവിടെ നിന്ന് കാണിക്കണം? ഈ ട്രവറേ, നിനക്ക് മതിൽ കയറാൻ അറിയില്ല? ഇതേപോലെ നമുക്ക് ഒന്നും കൂടി ഈ വഴി വരാം. പെട്ടെന്ന് വാടാ ട്രവറേ. പുതിയ വണ്ടി, പുതിയ വണ്ടി. എല്ലാവരും കൈയൊക്കെ പൊട്ടിച്ച് പൂപ്പറൊക്കെ പൊട്ടിച്ചേരുന്നു. നിങ്ങൾ കണ്ട? ഞാൻ കണ്ട. ട്രവറെണ്ണം കണ്ട? ഞാനും കണ്ട്. ഗൈസ്, നമ്മൾ ട്രവറെണ്ണം വന്ന് വണ്ടി കയറണ. ഷിൻജാൻ എന്താ കാണിക്കുന്നത്? ട്രവറെ വന്ന് വണ്ടി കയറാ. എടാ ഷിൻജാനെ വന്ന് ട്രവറിനെ വണ്ടി കയറിയിരിക്കടാ. ആ ഫ്രാങ്കലിനെ ട്രവറിനെ വണ്ടി ഇരുന്നിട്ടുണ്ട്. ഈ വണ്ടി എടുത്തിട്ട് എങ്ങോട്ടാ പോണത്? അത് നമ്മളൊരു വീട്ടിലോട്ട്. നമുക്ക് നാളെ ഈ വണ്ടിയും GTR-ഉം നമ്മുടെ ഫെറാറിയും നമ്മുടെ എല്ലാ വണ്ടികളും നമുക്ക് മോഡിഫിക്കേഷൻ ചെയ്യും. നാളെ നമ്മുടെ വണ്ടി മോഡിഫൈ ചെയ്യും. ഓക്കെ ഡ്രൈവറെ, നമുക്ക് നാളെ വണ്ടി മോഡിഫൈ ചെയ്യാം. ഗൈസ്, അപ്പം നമ്മ വണ്ടി നേരെ നിർത്താൻ പോണാണ് അകത്തോട്ട് കയറ്റി. ഗൈസ്, അപ്പം നമ്മുടെ ഗ്യാരേജിൽ കയറ്റി വണ്ടി നിർത്താൻ പോണാണ്. ഗൈസ്, സീൻസാണ്. നമ്മൾ ലംബോർഗിനിയൊക്കെ ഓടിച്ചിട്ട് കുറെ കാലം. ഗൈസ്, നമ്മുടെ ബൈക്ക് എടുത്ത് പുറത്തോട്ട് വെക്കാം. ഗൈസ്, ആ ബൈക്ക് അകത്തിരിക്കണം. എന്തിനാണ് വെക്കാം? ഓവർ സ്പേസ് എന്താണ്? സ്പേസ് ഒക്കെ നമുക്ക് കുറയും ഗൈസ്. നമുക്ക് ബൈക്ക് വരെ വീടിൻ്റെ അകത്തോട്ട് വെക്കാം. എടാ ഫ്രാങ്ക്ലിനെ, നീ എന്തിനോടെ ഈ ബൈക്കൊക്കെ അകത്തോട്ട് വെക്കുന്നത്? അതാ അവിടെ ഓവർ ശരിയാ. ഞാൻ പറയട്ടെ, അവിടെ നീ പറഞ്ഞു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാം. പുതിയ വീഡിയോ എല്ലാവർക്കും ഗുഡ് ബൈ.